അമേരിക്കയുടെ മെയ് മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റയും US ഫെഡ് റിസർവിൻ്റെ പോളിസി ഡിസിഷനും വരാനിരിക്കെ ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു കോഷ്യസ് അപ്രോച്ചാണ് കാണുന്നത്. ജപ്പാന്റെ ഇൻഡെക്സായ നിക്കി 225 0.65% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. സിംഗപ്പൂർ ഇൻഡെക്സും 0.60% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡെക്സ് ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. S&P 0.27%, നാസ്ഡാക്ക് 0.88% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ ഡോ ജോൺസിൽ 0.31% അപ്സൈഡ് കാണാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലുണ്ടായ സെല്ലിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ICICI, റിലയൻസ് ഇൻഡസ്ട്രീസ് പോലുള്ള ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് മൂലം ഇന്ത്യൻ ഇൻഡെക്സ് 23,264 ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ 2 ദിവസത്തെ ബൈയിങ്ങിന് ശേഷം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. 111 കോടിയുടെ സെല്ലിംഗ് ആണ് FIS നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 3,193 കോടിയുടെ ബൈയിങ് നടത്തി. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. പ്രധാനമായും IT സെഗ്മെൻറ്റിലെ 3 സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത് HCL ടെക്നോളജി. ജർമ്മനിയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് പ്രൈമറി ബാങ്കായ അപ്പോ ബാങ്കിൽ നിന്നും HCL ടെക്നോളജിക്ക് $278 മില്യൺ ഒരു ഡീല് ലഭിച്ചിട്ടുണ്ട്. 7 വർഷത്തേക്ക് ഫിനാൻഷ്യൽ ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാവശ്യമായ ഡീലാണ് HCL ടെക്നോളജിക്ക് ലഭിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ HCL ടെക്നോളജിയെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ HDFC സെക്യൂരിറ്റീസ് പോലുള്ള ബ്രോക്കേജ് ഏജൻസിയും HCL ടെക്നോളജിക്ക് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. TCS അമേരിക്കയിലെ ഓഹിയോയിൽ മാനുഫാക്ചറിംഗ്, എനർജി, കൺസ്യൂമർ സൊല്യൂഷൻസ് എന്നിവയെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻ്റർനെറ്റ് ഓഫ് തിങ് എഞ്ചിനീയറിംഗ് ലാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ BL കാശ്യപ് ആൻഡ് സൺസ് എന്ന സ്റ്റോക്കിന് കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ BL കാശ്യപ് ആൻഡ് സൺസ് എന്ന കമ്പനിക്ക് കഴിഞ്ഞ ദിവസം 1,021 കോടി രൂപയുടെ കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചിരുന്നു. DLF സിറ്റിയിൽ നിന്നും 924 കോടിയുടെയും സട്വ ഹോംസിൽ നിന്നും 97 കോടിയുടെയും കൺസ്ട്രക്ഷൻ ഓർഡറാണ് BL കാശ്യപ് ആൻഡ് സൺസ് എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. BL കാശ്യപ് സൺസിൻ്റെ ടോട്ടൽ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ 3,545 കോടിയുടെ ഓർഡർ കാണാൻ സാധിക്കും. ഡോളർ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 2023-24 വർഷത്തിൽ ഡോളർ ഇൻഡസ്ട്രീസ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നേടുന്ന ഏറ്റവും ഉയർന്ന റവന്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഫ്യൂച്ചർ പ്ലാനുകളും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട്. 2027 സൗത്ത് ഇന്ത്യയിൽ 50 പുതിയ എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റുകൾ തുറക്കുവാനും 2024-25 സൗത്ത് ഇന്ത്യൻ ബിസിനസ്സിൽ 50% ഗ്രോത്ത് അച്ചീവ് ചെയ്യാനും കമ്പനി ശ്രമിക്കുന്നു. NHPCയുടെ സബ്സിഡറി കമ്പനിയായ നാഷണൽ ഹൈ പവർ ടെസ്റ്റ് ലബോറട്ടറി അല്ലെങ്കിൽ NHPTLൻ്റെ 8% സ്റ്റേക്കുകൾ NHPC ഓഫ്ലോഡ് ചെയ്തു. ഈ സ്റ്റേക്കുകൾ പവർ ഗ്രിഡ് എന്ന കമ്പനിയാണ് അക്വയർ ചെയ്തത്. NHPTLിലുള്ള NHPCയുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 20% നിന്നും 12.5% കുറഞ്ഞിട്ടുണ്ട്. TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഡെയിംലർ ട്രക്ക് AGയുടെ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് സപ്ലൈ ചെയിൻ സൊല്യൂഷൻ സർവീസ് കോൺട്രാക്റ്റ് TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻ എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. IT സെഗ്മെൻറ്റിൽ നിന്നും ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു കമ്പനി LTI മൈൻട്രി ആണ്. LTI മൈൻട്രി മിഡിൽ ഈസ്റ്റിൽ അവരുടെ പ്രസൻസ് വർദ്ധിപ്പിക്കുന്നു. ഇതിനുവേണ്ടി സൗദി അറേബ്യയുടെ ക്യാപിറ്റലായ റിയാദിൽ LTI മൈൻട്രി ഒരു റീജിയണൽ ഓഫീസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വിപ്രോ എന്ന കമ്പനി ബിസിനസ് എഫിഷ്യൻസീസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ലാബ് 45 എന്ന പേരിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പതഞ്ജലി ഫുഡ്സിൽ നിന്നും നോൺ ഫുഡ് ബിസിനസ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വാല്യൂഷൻ ആരംഭിച്ചു കഴിഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.